വരച്ച് നോക്കാം. നമ്മളിതുപോലെ കുറച്ച് വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് കേവ് ലൈൻ കൊടുക്കുക. അതിനൊന്ന് പാർട്ടീഷൻ ചെയ്യാണ് 5 പെറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, കുറച്ച് വലിയതായിട്ടാണ് ഫ്ലവർ വരച്ചതെന്ന് മാത്രം. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്പരത്തി പൂവിനൊക്കെ കണ്ടിട്ടില്ലേ. ഇനി ഷെയ്ഡിങ് ചെയ്യാണ്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ 1-2 ലൈനൊക്കെ ഒന്ന് വലിയതാക്കിയിട്ട് ബാക്കി ഷെയ്ഡിങ്ങൊക്കെ ചെറുതാക്കിയിട്ട് കൊടുക്കാം. എല്ലാ പെറ്റൽസും ചെയ്ത് കൊടുക്കാം. ഉള്ളിലിതായി ഒരു മുകളിലത്തെ പോർഷനിലാണ് ഷെയ്ഡിങ് കൊടുത്തത്. താഴെ വേണമെങ്കിൽ ചെറുതായിട്ട് കൊടുക്കാം. ഇപ്പം മുകളിൽ മാത്രമേ കൊടുത്തു. ഇവിടെയൊക്കെ ഇതാ ലൈൻ ഇട്ടിട്ട് സർക്കിൾ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ആ ഒരു സൈസിലുള്ള സർക്കിൾ വരച്ചിട്ട് സെയിം തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പെറ്റൽസ് വരയ്ക്കാൻ വേണ്ടി 5 പോർഷനാക്കി എന്നിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ഇനി ഇപ്പുറത്തേക്കാണ് ഇതിന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. സെയിം തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ 1-2 ലൈനൊക്കെ ഒന്ന് വലിയതാക്കി വരച്ചിട്ട് ബാക്കി ചെറുതാക്കിയിട്ട് ഷെയ്ഡിങ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിതിൻ്റെ ഔട്ടർ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ലീഫ് വരച്ചെടുക്കുക. അതായി കാണുന്ന ഒരു ഷേപ്പിലുള്ള ലീഫാണ് വരച്ചത്. സെൻറ്ററിൽ ഇങ്ങനെ ഇതേപോലെ ഷെയ്ഡിങ് ഒക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഔട്ടർ ഒന്ന് തിക്കും ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് താഴേക്ക് നിൽക്കുന്ന പോലെ ലീഫും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് തന്നെ ഇതുപോലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഷെയ്ഡിങ്ങും കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി താഴത്തെ ഫ്ലവറിനും ഇതേപോലെ 2 ലീഫ് കൊടുക്കുക. ഇനി സെൻറ്ററിൽ ലൈൻസ് ഇട്ടിട്ട് ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഔട്ടർ പോർഷൻ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു സർക്കിൾ വരുന്ന പോലെ ഇങ്ങനെ കേവ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ലീഫോ 2 ലീഫൊക്കെ കൊടുക്കാം. സ്പേസ് ഉള്ള പോലെ കൊടുത്താൽ മതി. അധികം സ്പേസ് ഇല്ലെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി. ഇവിടെ ഒരു കുഞ്ഞു ലീഫും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടും വലുതായിട്ടും ആട്ടോ ഇട്ടത്. ഇവിടെയും നമുക്കൊരു ലീഫ് കൊടുക്കാം. എന്നിട്ട് അതിന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഔട്ടർ തിക്കും ചെയ്യാം. ഇവിടെ നമ്മളൊരു മുട്ട് പോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ കേർവ്സ് വരച്ചു കൊടുത്തിട്ട് ഒരു മുട്ട് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്ലോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. പോസാക്കി ചെയ്താൽ മതി. ഷെയ്ഡിങ്ങും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലീഫ് കൊടുക്കുക.